ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞങ്ങളൊരു യാത്ര പോവുകയാണ് കേട്ടോ. യാത്ര പോകാന്ന് പറഞ്ഞാൽ ചെറിയൊരു യാത്രയല്ല, ഒരു 1 വീക്ക് യാത്ര. ഞങ്ങളുടെ കുറേ കാലമായിട്ടുള്ള ഒരു സ്വപ്നമായിരുന്നു സിംഗപ്പൂർ മലേഷ്യ. അതിൽ നിന്ന് യാഥാർത്ഥ്യമാകുകയാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ സന്തോഷത്തോടെ നിങ്ങളോട് പങ്കുവയ്ക്കാം. അപ്പം നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഞങ്ങളുടെ പള്ളി അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. അതിനാണ് നമ്മളൊരു ഇൻട്രോ കൊടുത്തില്ലല്ലോ എന്ന് വിചാരിച്ചത്. അപ്പം ഞങ്ങൾ പതുക്കെ മൂവ് ചെയ്യുകയാണ്. കൊച്ചി എയർപോർട്ടിൽ നിന്നാണ്. നമുക്ക് രാത്രി 10:30 ഫ്ലൈറ്റ്. അപ്പോൾ 9 മണിയാകുമ്പോൾ അവിടെ റിപ്പോർട്ട് ചെയ്യണം. 10:30 12:30 അല്ലേ? അപ്പം 9 മണിക്ക് റിപ്പോർട്ട് ചെയ്യണം. അപ്പം ഇച്ചിരി നേരത്തെ ഇറങ്ങി. ഒരു സമയം ഭയങ്കര റഷാണ്. ഫുഡും കഴിച്ചിട്ട് വേണം കയറാനായിട്ട്. ഇച്ചിരി നേരത്തെ ഇറങ്ങുന്നതാണ്. ഓക്കെ, നമ്മളൊരു ഗ്രൂപ്പിന്റെ കൂടെയാണ്. ഞങ്ങൾ ശരിക്കും നമ്മുടെ പഴയ യാത്ര ചെയ്ത ഗ്രൂപ്പ് ഉണ്ടല്ലോ, നമ്മുടെ ഫോർച്യൂൺ, അവരുടെ കൂടെ തന്നെയാണ്. ഞങ്ങൾ 36 പേരുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ. 36 പേരെ ഞങ്ങൾക്ക് അറിയത്തില്ല. അവിടെ ചെന്നിട്ട് വേണം എല്ലാവരും പരിചയപ്പെടാനേ. അപ്പം പതുക്കെ ഞങ്ങളുടെ യാത്രയിലുള്ള വിശേഷങ്ങളൊക്കെ ഞങ്ങളുടെ 4ാമത്തെ ട്രിപ്പ്. നല്ല ഒരു ട്രാവൽ ഏജൻസി കേട്ടോ, ഫോർച്യൂൺ. ഓക്കെ, നമുക്ക് വിശേഷങ്ങളൊക്കെ വഴിയെ കാണാം. ഇപ്പം നമ്മൾ കൂത്രപ്പള്ളിയിൽ നിന്ന് NSSന്റെ അവിടെ വന്നിട്ട് കോട്ടയത്തിനുള്ള സുഭാഷ് വടികളുള്ളൊരു ഷോട്ടാണ്. കറയിച്ചാൽ ടച്ച് ചെയ്യാതെ പോകാൻ വേണ്ടിയുള്ള വഴി ചെയ്ത്, നമ്മുടെ MLA ജയരാജ് സാറിൻ്റെ വീടിൻ്റെ ഭാഗത്തോട്ടുള്ള വഴി ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ റബ്ബറൈസ് ടാറിങ് ഒക്കെ ചെയ്ത് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. അതുകൊണ്ട് ഇത് നമ്മുടെ ഓൾഡ് ഏജ് ഹോം എന്ന് പറഞ്ഞാൽ, അതായത് പ്രൈവറ്റ് ആണ്, പെയ്ഡ് ഓൾഡ് ഏജ് ഹോം എന്ന് പറയും. 25 ലക്ഷം കൊണ്ട് അവിടെ ഇത് കൊടുക്കേണ്ട നമ്മൾ. പക്ഷെ എല്ലാ രീതിയിലുള്ള കെയറിങ്ങും ഉണ്ട് അവിടെ. ശരിക്കും നമ്മുടെ യാത്ര ചെയ്ത് നമ്മൾ മാറ്റി വെച്ചതാണ്. ശരിക്കും ഞങ്ങൾ ഡിസംബറിൽ പോകേണ്ടതായിരുന്നു, ക്രിസ്മസിനൊക്കെ അവിടെ അങ്ങനെ ഒരു പ്ലാൻ ആയിരുന്നു. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഞങ്ങളുടെ പള്ളിപ്പെരുന്നാൾ വന്നു, കുറച്ച് കല്യാണങ്ങളുണ്ടായിരുന്നു, കുറെ കല്യാണം, കുറെ കസിൻസ്, പരിപാടികൾ മൊത്തം വന്നതുകൊണ്ട് നമ്മൾ പ്ലാനിങ് എല്ലാം മാറ്റി. അതെ, അത് ജാനുവരിയിലേക്ക് ആക്കി. എന്തായാലും അതെല്ലാം നമ്മൾ കൂടി അതിനുശേഷം വീണ്ടും നമ്മുടെ പ്ലാനിലേക്ക് വന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ സിംഗപ്പൂർ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. ഇതാണ് നമ്മുടെ MLA വീട് കേട്ടോ. ഈ വഴി നമ്മൾ നേരെ ഒന്ന് കോട്ടയം റോഡിലോട്ട് ചെന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. ഇവിടെ പണ്ട് ഇത് മറ്റേ മണിമാന്തിരുത്തി എന്ന് പറഞ്ഞൊരു സാഹിത്യകാരനുണ്ടായിരുന്നു, പുള്ളിയുടെ വീടായിരുന്നു അത്. പുള്ളി മരിച്ചുപോയി. നമ്മുടെ ജയരാജ് സാറിന്റെ ഒക്കെ കുടുംബ വീട് ഇപ്പൊ ഇറങ്ങി വന്നില്ലേ, അത് സാറിന്റെ ഒക്കെ, അതായത് കുറുപ്പ് സാറിന്റെ വീടായത്. ഈ കാണുന്നതാണ്. ആ നേരെ അങ്ങോട്ട് കയറും, ചെറുമാക്കൽ ഫാമിലി. അത് ഇച്ചിരി അകത്തോട്ട് കയറിയാ അതാണ് പഴയ കുറുപ്പ് സാറിന്റെ വീടാത്, കുടുംബ വീടാത്. അത് ജയരാജ് സാറിന്റെ കുടുംബ വീട്. ആ, എടുത്താലും ഇല്ലേലും നമ്മളങ്ങ് പോവാണ്. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് അറിയേണ്ട കാര്യമേ ഇല്ല. നമുക്കറിയാലോ അവരുടെ ഒരു കോർഡിനേഷൻ എന്താണെന്നുള്ള. അല്ല, അതല്ല, വേറെ എന്തെങ്കിലും ആയിട്ട് എടുക്കേണ്ടതായിട്ടുണ്ടോ? ഇല്ലല്ലോ, അവര് പറഞ്ഞതിനകത്ത് വേറെ ഒന്നും ഇല്ലല്ലോ. ഇല്ല, ചില മണി എക്സ്ചേഞ്ച് ചെയ്യാനുള്ള മാത്രമേ ഉള്ളൂ. അത് ക്യാഷ് നിന്റെ ഞാൻ തന്നിട്ടുണ്ടല്ലോ, ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നു എടുക്കാൻ. അപ്പൊ പിന്നെ എനിക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. അവിടെ എയർപോർട്ടിലെ പാർക്കിങ്ങിന്റെ പൈസ അവിടെ വെച്ചിരുന്ന ക്യാഷ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് മതി, അത് ഞാൻ അതിന് വേണ്ടി കറക്റ്റ് ആക്കി ചെയ്ത് വെച്ചേക്കുന്നതാണ്. തീപ്പെട്ടി കമ്പനി ആയിരുന്നു കേട്ടോ. അപ്പൊ അവിടെ ഒരു കടമുറി, തീപ്പെട്ടി കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളി മാത്രം ഉണ്ടാക്കും, മരുന്ന് പുരട്ടുന്ന ശിവകാശി, അത് തമിഴ്നാട്ടിൽ ചെന്നിട്ട് മാച്ച് ബോക്സ് ഉണ്ടാക്കുന്ന അവിടെ. നമ്മുടെ സുഭാഷ് മെമ്മോറിയൽ UP സ്കൂൾ. ഇവിടെ കടമുറി വരാനുണ്ട്. ഇപ്പൊ നമ്മൾ കോട്ടയം റോഡിൽ എൻ്റർ ചെയ്തു കേട്ടോ. കോട്ടയം പത്തനംതിട്ട റോഡിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തു. ശരിക്കും ഇതൊരു സ്റ്റേറ്റ് ഹൈവേ ആണ്. കുറെ കാലമായിട്ട് മോശമായിട്ട് കിടന്നായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 10 വർഷമായിട്ട് നന്നായി കിടക്കുകയാണ്. പണ്ട് ഈ വഴി വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് ആയിരുന്നു. വഴിക്ക് വീതിയില്ല, മൊത്തം കുണ്ടും കുഴിയൊക്കെ ആയിരുന്നു. ഇപ്പം നമ്മൾ പുതുപ്പള്ളി ആയിട്ടുണ്ട്. നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ നാട്. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു 1 വേ ആണ്. 1 വേ തിരിച്ച് പഴയ ബസ് സ്റ്റാൻഡ് ചെയ്ത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനകത്തൂടാണ് 1 വേ തിരിച്ചു വിട്ടേക്കുന്നത്. ഈ സമയം നല്ല തിരക്കാണ്. പിന്നെ സ്കൂൾ ഓഫീസുകളൊക്കെ കഴിയുന്ന സമയമല്ലേ.
ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോയാലാണ് നമ്മുടെ പുതുപ്പള്ളി പള്ളിയിലോട്ട് പോകുന്നത്. ചരിത്ര പ്രസിദ്ധമായ സെന്റ് ജോർജ് പള്ളി. അങ്ങോട്ട് പോകാം. ആ വഴി നമുക്ക് തെങ്ങണായ കോട്ടയമൊക്കെ പോകാൻ പറ്റും. ഇതുവഴി നേരെ പോയി കഴിഞ്ഞാൽ അടുത്ത ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ കോട്ടയം ഡയറക്റ്റാണ്. ഇപ്പം 8 കിലോമീറ്റർ ഉള്ളൂ കോട്ടയം. നേരെ പോയി കഴിഞ്ഞാൽ മണ്ണർക്കാട് വഴി കോട്ടയം പോകാം. കേക്കറോടി ചാടി. മാർത്തോമപ്പള്ളി പെരുന്നാളാണ്. ഇപ്പോൾ ഒരു പെരുന്നാളിന്റെ സീസൺ ആണല്ലോ. കൺവെൻഷൻ എന്തെങ്കിലും. ഈ ലെഫ്റ്റാണ് കോട്ടയം പോകുന്നത്. ഇതിപ്പോ നമ്മൾ മണർകാട് വഴിയാ പോകുന്നത് അല്ലേ? മണർകാട് വഴി. അങ്ങനെ നമ്മൾ മണർകാട് എത്തി. എത്തിക്കൊണ്ടേയിരിക്കും. റോഡെല്ലാം നല്ല തിരക്കാണ്. ഈ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാല് അങ്ങനെയാ. ഈ ഒരു സ്കൂളും ഓഫീസും ഒക്കെ ഇതാവുന്ന സമയല്ലേ. ഇന്നിപ്പോ ചൊവ്വാഴ്ചയല്ലേ? ചൊവ്വാഴ്ച. ഇന്നലെ ശരിക്കും ഇതുപോലെ ഇന്നലെ 5 മണിയായപ്പോഴത്തേന് 5:30 ആയപ്പോഴത്തേന് ഞാൻ കാക്കനാട്ടോട്ട് പോകുന്നു. കാക്കനാട് എടപ്പള്ളിക്ക് പോകുന്നു. ശരിക്കും നമ്മൾ എവിടെയെങ്കിലും പോകാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ 2-3 ദിവസത്തിന് ഭയങ്കര തിരക്കുമായിരിക്കും. അതെ. ആ 2-3 ദിവസം ഉള്ള തിരക്കായിരുന്നു. അപ്പം നേരെ പോയി കഴിഞ്ഞാൽ കോട്ടയമാണ്. നമ്മളിപ്പോൾ ഇവിടുന്ന് വലത്ത് നമ്മുടെ തിരുവഞ്ചൂരൊക്കെ പോകാം. ഞാൻ തിരുവഞ്ചൂര് പോകണോ അതോ നേരെ കിടങ്ങൂർ വഴി ഉഴവൂരി ആടി പോകണോ എന്നിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത് വഴി പോയാലും വളവില്ലാത്ത വഴി കൂടെ പോകണം. ഏത് വഴി പോയാലും വളവുണ്ട്. വളം എനിക്ക് പറ്റൂല. അല്ലെങ്കിൽ ഇന്ന് ഞാൻ വാള് വെച്ച് കിടക്കും. അങ്ങനെ പോകണം. നമ്മൾ മണർകാട് പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെ തന്നെ പോകും. മറ്റേത് മണർകാട് പള്ളിയുടെ ഒരു സൈഡിൽ കൂടെ ആയിരിക്കും. 4 മണിക്കാറ്റ് വഴി അല്ലേ? നമ്മുടെ ഏറ്റുമാനൂര് ചെല്ലുന്ന നമ്മൾ ഏറ്റുമാനൂര് ഒഴിവാക്കി പള്ളിയുടെ ഭാഗത്ത് കൂടെ നമ്മുടെ ആയർക്കുന്നം വഴി ഇതുവഴി പോയാലും ഏറ്റുമാനൂര് പോകാം, കുഴപ്പമില്ല. ഇത് ശരി, നമ്മളിപ്പോൾ ഏറ്റുമാനൂരും പോകുന്നില്ല. നമ്മൾ നേരെ കടപ്പാമറ്റം, മരങ്ങാട്ടുപള്ളി, ഉഴവൂര് വഴി പോയി കൂത്താട്ടോളം നേരെ ചാടും. ഇത് മണർകാട് പള്ളി, സ്കൂള്, ഹോസ്പിറ്റല്, സ്കൂള് എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് രണ്ടും പള്ളി സെന്റ് മേരീസ് പള്ളി കേട്ടോ. ഇതാണ് ശരിക്കും ചരിത്ര പ്രസിദ്ധമായ ഏറ്റവും നടക്കുന്ന പള്ളി, മണർകാട് പള്ളി. അവിടെ ഒരു കുളവും കൽക്കുരിശും ഒക്കെ ഉള്ള. നമ്മൾ അടുത്തൊരു റെസ്റ്റോറൻറ്റിലേക്ക് കയറുക കേട്ടോ. കാസിക് കിച്ചൺ നോക്കാം ഇങ്ങനെ ഉണ്ടെന്ന്. നല്ലൊരു ആംബിയൻസ് ആണ്. കൊള്ളാം. അപ്പോൾ നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലൊക്കെ മാറിക്കോട്ടെ. അവിടെ നമുക്ക് ഷവർമയും ഷവായി മാത്രം ഉണ്ടായിരുന്നു. നമ്മൾ അടുത്തൊരു ഹോട്ടലിൽ കയറി. തൊട്ടടുത്ത് കാസി കിച്ചണ് അടിപൊളിയാട്ടോ. കാസി കിച്ചൺ നല്ല ആംബിയൻസ് ആംബിയൻസും ഉണ്ട്. നല്ല സീറ്റ് സെറ്റിംഗ് ഒക്കെ. ഇപ്പം ഫുഡ് കഴിക്കാനുള്ള ആൾക്കാർ വരാൻ തുടങ്ങുന്നേ ഉള്ളൂ. അതുകൊണ്ട് വലിയ റഷില്ല. അത്യാവശ്യം എല്ലാം ചൈനീസ് ഐറ്റംസ് എല്ലാം ഉണ്ട്. നോർമൽ ഫുഡ്, നാടൻ ഐറ്റംസ് കുറവാണ്. ഇല്ലെന്ന് തന്നെ പറയാം. കുറവൊന്നുമില്ല, ഇല്ലെന്ന് പറയാം. കൂടുതൽ ചൈനീസ് ഡിഷസ് ആണ്. എന്നാലും ഞങ്ങൾ 2 ചൈനീസ് ഡിഷ് ഓർഡർ കൊടുക്കുന്നുണ്ട്. കഴിച്ചിട്ട് നോക്കാം എങ്ങനെയാണെന്ന്. വെറൈറ്റി ഒന്നുമല്ല, നോർമൽ തന്നെയാണ്. നമ്മള് വെറൈറ്റി ഒന്നുമല്ല, നോർമൽ തന്നെ. അങ്ങനെ ഞങ്ങള് ഡ്രാഗൺ ചിക്കൻ സ്റ്റാർട്ടർ വാങ്ങിച്ചിട്ടുണ്ട്. അത് കിട്ടുന്നുണ്ടോ നോക്കാം. എന്നെ കിട്ടുന്നുണ്ടോ നോക്കാം.
പണി കിട്ടി. നല്ല ബ്ലോക്കാണ്. കുറച്ച് നേരമായി ബ്ലോക്കായിട്ട് കിടക്കുന്നത്. നമ്മൾ ശരിക്കും ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി ഒരു 2 കിലോമീറ്റർ ഓടിയുള്ളൂ. അതുമ്പോഴത്തേനും ബ്ലോക്കാൻ തുടങ്ങി. ഈ പാലം കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു അല്ലേ? പാലം കഴിഞ്ഞാൽ കുഴപ്പമില്ല. നമുക്ക് പിന്നെ ഇപ്പൊ 8:45 ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് 15 മിനിറ്റ് എടുക്കുകയുള്ളൂ. നമ്മളത് ബ്ലോക്ക് ഇല്ലാതെ പോകാനാണ്. അപ്പം ബ്ലോക്ക് ഉള്ളതുകൊണ്ടുള്ള ഒറ്റ പ്രശ്നമുള്ളൂ. പാലം അടുക്കാറായി. ഒരു പോലീസ് വണ്ടി കയറി പോയിട്ടുണ്ട്. മുമ്പേ ഒരെണ്ണം പോയാണ്. പുള്ളി ക്ലിയർ ചെയ്ത് വിടും. അങ്ങനെ കാലടിപ്പാലം കയറി. ആ കിടക്കുന്ന വഴി കൂടെ മലയാറ്റൂര് പോകുന്നത്. ഏത് കിടക്കുന്നത്? ആ അപ്പുറത്ത് വഴി കിടക്കുന്നത് അല്ല, ഇവിടെ നിന്നല്ലേ നമ്മള് മലയാറ്റൂരിന് തിരിയുന്നത്. ആ കാണുന്ന ലൈറ്റ് കണ്ടോ? അങ്ങ് മണ്ടാലേ, മലയുടെ മണ്ടാലേ, അത് മലയാറ്റൂർ മല. ലൈൻ പോലെ കണ്ടോ മേലോട്ടം? അത് മലയാറ്റൂർ മലയാ. ഇതിന്റെ അങ്ങ് എൻഡ് എയർപോർട്ടാണ്. പാലത്തെ വണ്ടി കുലുങ്ങുന്നുണ്ടോ? ഫീൽ ചെയ്യുന്നുണ്ടോ? വണ്ടി നിർത്തി ഇടുമ്പോഴത്തേന് പാലത്തിന്റെ ഷേക്ക് ഉണ്ടാകുന്നുണ്ട്. ഇതെവിടെ പണിതോണ്ടിരിക്കുന്നത്? ഇങ്ങേ സൈഡ് അങ്ങോട്ട് വരുമ്പോ കാണാം അവിടെ പണി പകുതിയായിട്ടുണ്ട്. ശരിക്കും 2 സൈഡിൽ നിന്ന് ഒരുപോലെ പണം തരുന്നത് ഇവിടെ ഒന്നും മുട്ടിക്കാറ്. ഇതിപ്പോ ആ സൈഡ് പകുതിയായി. ഇപ്പൊ ഇവിടെ തുടങ്ങാൻ പോകുന്നുള്ളൂ. നമ്മുടെ ഇവിടുത്തെ പണികളൊക്കെ ഇങ്ങനെയാണല്ലോ. ഇതേ 5 വർഷമായി. അതാ പറഞ്ഞേ. എന്നാലും ഇത് ഭയങ്കര കുലുക്കോ കേട്ടോ. ടണ്ണടി കയറുന്നത്. അതെ. ഇത് പണിതവരൊക്കെ സമ്മതിക്കണം കേട്ടോ. കാണത്തില്ല ഇരുട്ടെന്നാലും. രാത്രി ചില സമയത്തൊക്കെ പണി കാണുന്നതാണ്. ഈ വെട്ടവും വെളിച്ചൊന്നും ഇല്ല. നിങ്ങൾ എങ്ങനെ പണിയാനാ? അല്ല, അമ്പലത്തിലാണ് പരിപാടിയാണ്. പക്ഷെ ഇതൊന്നും ആലോചിച്ചില്ല. ഇതിന്റെ ടെർമിനൽ 3 പോകാൻ പോകുന്നു. അതിന് 2 മിനിറ്റ് മുന്നേ കണ്ടിരുന്നേരെ കൊടുക്കായിരുന്നു. അത് കുഴപ്പമില്ല. അത് ചിലപ്പോ തിരിച്ചു ചെന്നിട്ട് പോയി കഴിക്കുമായിരിക്കും. സമയമുണ്ട്, 10 മിനിറ്റ് ഉണ്ടോ? അവനെന്നാ കൊണ്ടുവരുവാ വരുന്നത്? പറഞ്ഞേ നമ്മള് അറൈവലാണ് താഴെ. നമ്മള് മേളിലോട്ട് പാർക്കിലോട്ടാ പോകും. ഞാനിവിടെ ലഗേജ് വെച്ചിട്ട് വണ്ടി വിട്ട് പാർക്ക് ചെയ്തിട്ട് വരാവേ. വണ്ടിക്കകത്ത് വല്ല മൊബൈലോ കാര്യങ്ങളൊക്കെ എടുത്തോ? അല്ല, ഇവിടെ സാധനം എടുക്കാനുണ്ട്. മറ്റേ നെക്ക് പില്ലോ ഒക്കെ എടുക്കാനുണ്ട്. പിന്നെ മെഡിസിൻ എടുത്തു വെക്കണം. നെക്ക് പില്ലോ എവിടെ? ബൈക്കിൽ ഇട്ടേക്കോ? വൈനത്ത് വെക്കാൻ പ്ലാൻ ചെയ്തായിരുന്നു. വൈനത് വെക്കണം. നമ്മൾ അവിടെ പിന്നെ ശരിക്കും പറഞ്ഞാൽ അവിടെ നിർത്തിയപ്പോ എടുത്ത് വെച്ചാൽ മതിയായിരുന്നു. അത് ഞാൻ വിട്ടുപോയി. D3 അല്ലേ പറഞ്ഞിരുന്നേ? D10 അല്ലേ? ആ, ശരിക്കും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോഴും അവിടെ ലാസ്റ്റ് ആയിരുന്നു പറഞ്ഞിരുന്നത് അല്ലേ? ആ അതെ അതെ. അവിടെ സ്പേസ് ഉണ്ടല്ലോ. ഇവിടെ എന്ന് പറഞ്ഞാൽ സ്പേസ് ഇല്ല. അതാ. വേറെ ഏതോ ഗ്രൂപ്പ് ഉണ്ട്. ഏതോ ഒരു വിങ്സ് ഉണ്ട് കേട്ടോ. അതാണ്ട് അവരുടെ ഫ്ലൈ വിങ്സ്. ആണോ? സാധാരണ മറ്റേ ഫോർച്യൂണിന്റെ യൂണിഫോം പോലെ ഉണ്ടല്ലേ? ബ്ലൂവും വൈറ്റ്. ഇതിപ്പോ നമ്മൾ എങ്ങനെ പോകും? ഞാൻ ഇവിടുന്ന് വിട്ടോളാം. നീ ഇവിടുന്ന് ലഗേജുമായിട്ട് അങ്ങോട്ട് കയറുക. നമ്മൾ അവിടെ ഇരിക്കുന്നത് കേട്ടോ. ആ ഓക്കെ. അവിടെ ആള് വന്നിട്ടുണ്ട്. അവിടെ പോയി 4 അവിടെ കൊടുത്തിട്ട് ഞാൻ പോയി വണ്ടി ഇട്ടിട്ട് പേഴ്സിന്റെ കാര്യം ഓർമ്മ. പേഴ്സ് അതിനകത്താ? അതല്ല, ഇത് അത് ഞാൻ നോക്കിക്കോളാം. ഇവിടെ നേരെയാണ് എന്റെ കിലോ നമ്പർ 9-8-10 അല്ലേ പറഞ്ഞത്. അവിടെ നമ്മുടെ ഗ്രൂപ്പ് ഇരിക്കുന്നത്. ഓക്കെ. ഓക്കെ. പോവാതെ ഞാൻ വന്നിട്ട് പോയാൽ മതി. അച്ഛൻ കൂടെ വന്നിട്ട് പോവാം. ഞാൻ പതുക്കെ ഇവിടെ നിൽക്കാം. അല്ല നോക്കട്ടെ, പതുക്കെ അങ്ങോട്ട് പോകാൻ നോക്കാം.